അങ്ങനെ പോകുന്നു. അതിന്റെ എക്സ്പീരിയൻസ് തന്നെ പറയാം. അത് തന്നെ നമുക്കിപ്പോ സിനിമ ചെയ്തിട്ട് 1 കൊല്ലത്തിന് മേളിലായി. അപ്പൊ അങ്ങനെ വൈറലായിട്ടില്ലായിരുന്ന സമയത്ത് 1.5 വർഷത്തിന് മേളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഈ ചതി എന്ന് പറഞ്ഞ ആദർശ നായകനായിട്ടുള്ള സിനിമ ഞാൻ വില്ലനായിട്ട്. അത് നല്ല രീതിയിൽ ഇപ്പൊ 50K കഴിഞ്ഞ് യൂട്യൂബില് അത്യാവശ്യം നല്ല രീതിയിൽ പടം ഓടി. തയ്യൽ മെഷീൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വിഷ്ണു കൊച്ചിക്കാരൻ്റെ ഒരുപാട് ഇന്റർവ്യൂസും അല്ലെങ്കിൽ കോണ്ടന്റ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത്യാവശ്യം നല്ല റോളായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്ന റോളാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാനിപ്പോ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ ഒരു സീനിനെ കണ്ടാണ് താങ്കളെ കാണിച്ചത്. അപ്പൊ അതെന്താണ്? ആ ഒരു സീനിന് വേണ്ടിട്ട് എത്ര പേര് ഓടി നടക്കുന്നുണ്ട് ഒരു സീൻ അഭിനയിക്കാൻ. ഒരു ഡയലോഗുള്ള വേഷമുള്ളത്, അല്ലാണ്ട് സാധാരണ ഇപ്പൊ ഒരു 60-70 ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോഴും ഡയലോഗ് ഇല്ലായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഡയലോഗ് ഉണ്ടല്ലോ, നമുക്ക് ഡയലോഗ് ഉണ്ടെന്നുള്ളത് കുറെ ഉണ്ടെന്നാണ്. വേറെ സീനുകൾ ഉണ്ടായിരുന്നത്, അത് ഏതോ ടൈമിന്റെ എന്തോ പ്രശ്നം കൊണ്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് പുള്ളി പറഞ്ഞത്. കുറെ കാര്യങ്ങൾ അതിനകത്ത് കട്ട് ചെയ്തായിരുന്നു. സിനിമയിൽ കുറച്ച് സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു.